ശരിക്കും ഒരു ആൻഡ്രോയിഡ് ടി വി ഓൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും. കിടക്കാച്ചി പ്രോഡക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഹായ് ഗൈസ്, നമസ്കാരം. ഡെൽടോക്സ് മാത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡെൽവിൻ ഡേവിഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നൊന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കിടക്കാച്ചി പ്രോഡക്റ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ MI TV സ്റ്റിക്ക് എന്നാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാധാ ടിവികൾ, അതായത് ആൻഡ്രോയിഡും സ്മാർട്ടും അല്ലാത്ത സാധാ ടിവികളെല്ലാം നമുക്ക് ആൻഡ്രോയിഡ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇത് ഞാൻ ഈ കഴിഞ്ഞ ഫ്ലിപ്കാർട്ടിന്റെ ഓഫറിനാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ കിടക്കാച്ചി പ്രോഡക്റ്റ് ആണ്. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് പരിചയപ്പെടുത്തരാം. കുറച്ച് ആളായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പൊട്ടിച്ചാണ്, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ MI TV സ്റ്റിക്ക്. നല്ല അടിപൊളിയായിട്ടുള്ള കവറിംഗ് ഒക്കെയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് കാണാനായിട്ട് വരും. ഷവോമിയുടെയാണ് ബ്രാൻഡ്. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിനകത്ത് കിട്ടുന്നത്, പ്രൊസസ്സർ കാര്യങ്ങൾ, DTA സൗണ്ട്, ഡോൾബി സൗണ്ട്, പിന്നെ സ്ക്രീൻ കാസ്റ്റിൻ്റെ സംഭവം, പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, എന്തൊക്കെയാണ് ഈ കവറിനകത്തുള്ളത് എന്നുള്ളതൊക്കെ എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് തുറന്ന് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കവർ എടുക്കുമ്പോൾ തന്നെ വലിച്ചങ്ങോട്ട് എടുക്കരുത്, കാരണം ഇതിൻ്റെ അടിയിലായിട്ടാണ് റിമോട്ട് വരുന്നത്. സോ നോക്കി ഒക്കെ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ കിട്ടുന്നത്. നല്ല അടിപൊളി കവറിങ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ റിമോട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂസർ മാനുവലും കിട്ടുന്നുണ്ട്. റിമോട്ടൊക്കെ അടിപൊളി റിമോട്ടാണ്. യൂസർ മാനുവലിൽ കറക്റ്റായിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് നോക്കി ചെയ്യാവുന്ന ഒരു യൂസർ മാനുവലാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ MI TV സ്റ്റിക്കിൽ നിന്ന് തുടങ്ങാം. നല്ല അടിപൊളി ഡിസൈനാണ്. ഒരു വലിയ പെൻഡ്രൈവ് കൈ പിടിച്ച ഫീലേ ഉള്ളൂ. ഇത്രയും ആൻഡ്രോയിഡ് ഉള്ളതും അതുപോലെ നമ്മുടെ ടിവിന് ഇത്രത്തോളം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് നമുക്ക് തോന്നുന്നേ പോലുമില്ല. നല്ല ഡിസൈനും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു MI TV സ്റ്റിക്കാണ്. നല്ല ക്വാളിറ്റിയുള്ള ബിൽഡിങ്ങൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ചാർജ് ചെയ്യാനായിട്ടുള്ളത്, അത് നമുക്ക് പവർ ചെയ്യാനായിട്ടുള്ള ഒരു അഡാപ്റ്ററും അതുപോലെ തന്നെ കേബിളും മൈക്രോ USB കേബിളാണ്. കാരണം ആ സമയത്ത് ഇറങ്ങിയതുകൊണ്ട് തന്നെ C ടൈപ്പൊക്കെ വന്ന് തുടങ്ങുന്ന സമയത്താണ് വന്നത്. ഇനി നമ്മൾ റിമോട്ട് നോക്കാം. റിമോട്ടും നല്ല അടിപൊളി ഡിസൈനും അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റിമോട്ടാണ്. നമുക്കിതിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള മൈക്കുണ്ട്. നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒരു പേപ്പറാണത്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പറായിട്ടെല്ലാം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് നല്ല സിമ്പിൾ യൂസ് ആയിട്ടുള്ള റിമോട്ടാണ്. കാരണം അത്യാവശ്യം ബട്ടൺസ് മാത്രമേ ഉള്ളൂ. വലിച്ചു വാരിയുള്ള ബട്ടൺസ് കാര്യങ്ങളൊന്നുമില്ല. മൂവ് ചെയ്യാനുള്ള ബട്ടൺ, അതുപോലെ ബാക്ക് അടിക്കാനുള്ള ബട്ടൺ, പിന്നെ ആപ്പിൻ്റെ ബട്ടൺ, അങ്ങനത്തെ കുറച്ച് ബട്ടൺ മാത്രം. പവർ, പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ, അങ്ങനെ പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെയും ആമസോണിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ബട്ടൺസും, പിന്നെ നമുക്ക് ഓളിയത്തിൻ്റെ ബട്ടണുണ്ട്. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ബാറ്ററി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിടണം. പിന്നെ കവറിനകത്ത് ഉണ്ടാവില്ല. സോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ബാറ്ററി ഇടേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ MI TV സ്റ്റിക്കിൻ്റെ ബോക്സിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, സാധാ ടിവിനെ മാത്രമാണ് ഇത് ആൻഡ്രോയിഡ് ആക്കുന്നത് എന്നുള്ളത്. HDMI പോർട്ടുള്ള ഏതൊരു ടിവിനെയും നമുക്ക് ആൻഡ്രോയിഡ് ആക്കാൻ പറ്റും. അതിപ്പോൾ ആൻഡ്രോയിഡ് TV തന്നെ നമുക്ക് വേണമെങ്കിൽ ആൻഡ്രോയിഡ് ആക്കാം. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ കുറഞ്ഞ ടിവികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെ ആൻഡ്രോയിഡ് ആക്കാം. സ്മാർട്ട് ടിവികൾ ഉണ്ടാവും. അപ്പോൾ ഈ ആൻഡ്രോയിഡ് സ്മാർട്ടും തമ്മിലുള്ള വ്യത്യാസം ചെറുതായിട്ടൊന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ആപ്പ് വേണമെങ്കിലും അതിനകത്തോട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു തരികയാണ്. സ്മാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിനകത്തുള്ള ആപ്പുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പുതിയൊരു ആപ്പാണ്, ഇപ്പോൾ മനോരമ മാക്സ് എന്ന് പറഞ്ഞ ആപ്പ് നമുക്ക് വേണം. അപ്പോൾ ആ ആപ്പ് നമുക്ക് സ്മാർട്ട് ടിവികൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പണിയാണ്. എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഒരു ആൻഡ്രോയിഡ് TV ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഗെയിംസ് വേണമെങ്കിൽ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ അത്യാവശ്യം ടിവികൾക്ക് റാമും ഉണ്ടാവും. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സ്മാർട്ടും ആൻഡ്രോയിഡും തമ്മിലുള്ള വ്യത്യാസം. ഇനി നിങ്ങൾക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ TVയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എന്തായാലും കോപ്പിറൈറ്റും എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയായിപ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഞാൻ സൗണ്ട് കേൾപ്പിക്കാതെ തന്നെ നിങ്ങൾക്കൊന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ TVയിൽ ഇപ്പോൾ നമ്മുടെ MI TV സ്റ്റിക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും. ശരിക്കും ഒരു ആൻഡ്രോയിഡ് TV ഓൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് HDMI പോർട്ടിലാണ്. നിങ്ങളുടെ TVയിൽ HDMI പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ TV ആണെങ്കിൽ HDMI കൺവേർട്ടർ നിങ്ങൾക്ക് നെറ്റിൽ വഴി വാങ്ങിക്കാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഇപ്പോൾ റിമോട്ട് വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് എല്ലാം വെക്കാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് വെച്ചൊന്ന് കാണിച്ചു തരാം. കാരണം എല്ലാവരും തന്നെ ആൻഡ്രോയിഡ് TV എടുക്കുന്നത് യൂട്യൂബ് കാണാനായിട്ടാണ്. കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ വെച്ച് കാണിച്ചു തരാം. അതും കോപ്പിറൈറ്റ് ഫ്രീ വീഡിയോ കാണിച്ചു തരാം. കാരണം എന്തെങ്കിലും തരത്തിൽ നമുക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പണിയായിപ്പോൾ.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. യൂട്യൂബൊക്കെ സാധാരണ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നത് പോലെ അല്ലെങ്കിൽ പോലും നമുക്ക് ഒരു വലിയ സ്ക്രീനിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനിവിടെ സെർച്ച് ചെയ്ത് മൈക്കിൽ സെർച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മൈക്കിൽ ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ മൈക്കിൽ പോകണമായിട്ടുണ്ട് കോപ്പിറൈറ്റ് ഫ്രീ സോങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു പാട്ട് വെച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അത് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ അത് ലോഡാകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വോയിസ് വെക്കുന്നില്ല, സൗണ്ട് എല്ലാം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയായിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ടി വിക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. നമുക്ക് നമ്മുടെ ടി വിയുടെ ക്വാളിറ്റി തന്നെയായിരിക്കും നമുക്ക് ഇതിനകത്ത് വഴി കിട്ടുക. എന്നാൽ കുറച്ചും കൂടി HD ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല HD വീഡിയോസൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ചാനലൊന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ഡെൽടോക്സ് മലയാളം ഒന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയാണ് ഇത് കാണിക്കുന്നത്, കാരണം കുറേ നേരം പിടിക്കും ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ ചാനൽ. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് എടുത്ത് കാണാം. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് പ്ലേലിസ്റ്റൊക്കെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നിങ്ങൾക്കൊരു വീഡിയോ എൻ്റെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ വീഡിയോ തന്നെ നമുക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റിയോടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ വേറൊരു സാധനം വെച്ച് നമ്മൾ ആൻഡ്രോയിഡ് എടുക്കുന്ന പോലെ നമുക്ക് തോന്നില്ല. നല്ല ക്വാളിറ്റി ആയിട്ട് നല്ല സൗണ്ടിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്താ ഫോർവേഡ് ചെയ്യണമെങ്കിൽ ഫോർവേഡ് അടിച്ച് കാണാം, ബാക്ക്വേഡ് അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, പോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് വരും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ശരിക്കും ഈ ഒരു MI സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സാധാ ഒരു ടി വി നമുക്ക് അടിപൊളി ആൻഡ്രോയിഡ് ആക്കാൻ പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്സ് എന്നുള്ള ബട്ടണിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ നിന്ന് എടുക്കുകയാണ്. പ്ലേ സ്റ്റോർ വഴി എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആപ്പുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, സ്ട്രീമിംഗ് ആപ്പുകളാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതലും വർക്ക് ചെയ്യുന്ന സ്ട്രീമിംഗ് ആപ്പുകളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് ഗെയിംസും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ താഴത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഗെയിംസൊക്കെയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തും കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മനോരമ മാക്സ് എന്ന് വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ജിയോ സിനിമാസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പൊക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനുള്ളൂ. ഇപ്പോൾ മനോരമ മാക്സ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓപ്പൺ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് വരും മനോരമ മാക്സിൻ്റെ ഒരു ഇൻ്റർഫേസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിനിമ കാണുകയായിരുന്നു, നേരം കണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിവിൻ പോളിയുടെ ബർത്ത്ഡേ എന്നാണ് ഞാൻ ഈ സാധനം റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഒരു നിവിൻ പോളിയുടെ പടമൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ ഹോംസ് എന്നുള്ള ആപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേറൊരു ഫോണിലാണ് എടുക്കുന്നത്, കാരണം എൻ്റെ ഫോൺ സ്ക്രീൻ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഫോൺ മാത്രമാണ്. സോ ഞാനിപ്പോൾ വീട്ടിലുള്ള വേറൊരു ഫോൺ വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോൺ മാത്രം നല്ല ക്ലിയർ ആയിട്ടും TV ബ്ലറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് MI സ്റ്റിക്കിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ ടിവിയുടെ ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി മാറും. ഇപ്പോൾ നിങ്ങളുടെ ടിവിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയും നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ നല്ലൊരു ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ളത് അതാക്കും. പിന്നെ നിങ്ങളുടെ ടിവിയിൽ ഡോൾബി ഒക്കെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി സൗണ്ട് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന TV ആണെങ്കിൽ കിട്ടിക്കാച്ച് സൗണ്ട് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി കണക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് ബ്ലൂടൂത്തിന്റെ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന റിമോട്ടും ബ്ലൂടൂത്തിന്റെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ദൂരത്ത് വെച്ച് ഇപ്പോൾ നേരെ കാണിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണിച്ചാലും നമുക്ക് സൂപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ സൗണ്ടിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കിട്ടിക്കാച്ചി സൗണ്ടാണ്. ഇതിനകത്ത് ഡോൾബിയുടെ സൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് DTSന്റെയും സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നൊക്കെ എടുത്ത് കാണുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി സൗണ്ട് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് TV കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് വഴിയും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കിട്ടിക്കാച്ചി സൗണ്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടാണെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് TV അത് ഓൺ ചെയ്ത് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് സാധാരണ ടിവിയും ഇത്രത്തോളം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്, നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താനായി വന്നത്. ഇനി ഇതിന്റെ റാമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 GB റാം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 8 GB വരെ ഇന്റേണൽ മെമ്മറി നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 8 GB വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, 5 GB നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആപ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് 5 GB തന്നുള്ളൂ. പിന്നെ കുറെ ആൾക്കാർ പറയുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത് ഹീറ്റ് ആവുന്നുണ്ടെന്നാണ്. ഞാൻ ഇപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു വാങ്ങിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടോന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ കുറെ ആൾക്കാർ പറയുന്നത് ഹീറ്റ് ആവുന്നുണ്ടെന്നാണ്. അത് കുറേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ അവർ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാനിതൊരു ഉപയോഗിച്ചിട്ട് ഹീറ്റ് ആയിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഇന്ന് ഹീറ്റായി. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ഹീറ്റ് ആയെന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഈ സംഭവം കുത്തുമ്പോൾ, അതായത് ഈ HDMI പോർട്ടിലേക്ക് നമ്മൾ ഈ MI TV സ്റ്റിക്ക് കണക്ട് ചെയ്യുമ്പോൾ അത് പറ്റക്കായിരിക്കും വെക്കുന്നത്. അതായത് ടിവിയുടെ പോർട്ട് ഇതാണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ തന്നെ നമുക്ക് ടച്ച് ചെയ്ത് നിൽക്കും.
അങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ടി വിയുടെ ഹീറ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് ഹീറ്റാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ഞാനിത് വെച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഒരു എക്സ്റ്റൻഡർ കിട്ടും. അതായത് ഇവിടെയും HDMI പോർട്ടായിരിക്കും, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇത് MI TV സ്റ്റിക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോർട്ടും ഉണ്ടാവും. അതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത് കണക്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ടി വിയിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് എനിക്കിതുവരെ ഹീറ്റിംഗ് അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഞാനിത് ഊരി നമ്മൾ നേരിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ ഇത് ചെറുതായിട്ട് ഹീറ്റ് ആകുന്നുണ്ട്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2999 രൂപ, അതായത് 3000 രൂപയാണ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ വാങ്ങിച്ചത് ബിഗ് ബില്യൺ സെയിൽ നടക്കുന്ന സമയത്തായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് 1999 രൂപയാണ്. അതായത് ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചത് 1999 രൂപ, അതായത് 2000 രൂപക്കാണ്. അപ്പോൾ എനിക്കെന്തായാലും നല്ലൊരു ഓഫർ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് MI TV സ്റ്റിക്കിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടിപൊളിയാണ്. എനിക്കെന്തായാലും ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പെൻഡ്രൈവിൻ്റെ എത്ര ഉള്ളെങ്കിൽ പോലും ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. യൂട്യൂബിൻ്റെയൊക്കെ ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1080p വരെ നമുക്ക് ഇതിനകത്ത് കിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടി അപ്ഗ്രേഡഡ് വേർഷൻ ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ ഇതിനെക്കുറിച്ചൊന്ന് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഇതിനെക്കാട്ടി കുറച്ചും കൂടി വില കൂടുതലാണ്. ഏകദേശം 3400 എന്തോ സംതിങ് ആണ് അതിൻ്റെ വില എന്ന് തോന്നുന്നു. അപ്പോൾ അത്ര വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് MI TV ബോക്സ് എന്നുള്ളത് കിട്ടും. സ്റ്റിക്കെന്ന് മാറി ബോക്സ് ആവും. അപ്പോൾ ബോക്സിനകത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ റാം കൂടുതലാണ്, അതുപോലെ തന്നെ നമുക്കിതിനകത്ത് സ്പേസ് കൂടുതലാണ്. പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള 4K റെസൊല്യൂഷനിലുള്ള വീഡിയോസ് നമുക്ക് അതിനകത്ത് കിട്ടും. പക്ഷേ ഒരു സാധാ TV ആൻഡ്രോയിഡ് ആക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ TV എന്തായാലും 4K വരെയുള്ള ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. ഒരു 1080p വരെയൊക്കെ അത്യാവശ്യം ഉണ്ടാവുള്ളൂ, ഫുൾ HD വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലത്തെ സ്റ്റിക്കൊക്കെ മതി. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ബോക്സിനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്കൊരു വീഡിയോ ഇടാവുന്നതാണ്. അപ്പോൾ എനിക്കെന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഉപകാരപ്പെടും. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല അത്യാവശ്യം സ്പീഡുള്ള നെറ്റ് വേണം. കാരണം സ്പീഡ് കുറഞ്ഞൊരു നെറ്റാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ പറയണ്ടേ, ഭയങ്കര ലാഗും അല്ലെങ്കിൽ ക്ലാരിറ്റി പോകാൻ സാധ്യതയുണ്ട്. കാരണം നല്ലൊരു റേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ 1080p എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു TV, ഇപ്പോൾ എൻ്റെ TV എന്ന് പറഞ്ഞാൽ 43 ഇഞ്ചിൻ്റെ ഒരു ഇംപെക്സിൻ്റെ വലിയൊരു TV ആണ്. അതിനകത്ത് നമ്മൾ ക്ലാരിറ്റി ഇല്ലാത്തൊരു വീഡിയോ ആണ്. ഇത് റേഞ്ച് കുറയുമ്പോൾ പ്രശ്നമാണ്. ക്ലാരിറ്റി മാറി കഴിയുമ്പോൾ നമുക്ക് കാണാനൊരു രസമില്ലാണ്ടാവും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നെറ്റുള്ള ആൾക്കാർ മാത്രം ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെറ്റ് ഇല്ലാണ്ട് ഇപ്പോൾ നിങ്ങളവിടെ റേഞ്ചൊന്നും ഇല്ല, ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയണ്ട ഒരു സങ്കടമായിരിക്കും ഉണ്ടാകുക. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് സിനിമകളൊക്കെ കാണാം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും, ഇതിനകത്ത് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉള്ള സിനിമകളൊക്കെ നമുക്കത് സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് സൂപ്പറായിട്ട് കാണാവുന്നതാണ്. ഞാൻ ഈ അടുത്ത സിനിമകളൊക്കെ നടന്നു, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ സൗണ്ടൊക്കെ എല്ലാം നല്ല പക്ക ക്ലിയർ ആയിരിക്കും. കാരണം നേരിട്ട് പോകുന്ന സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മളൊന്നും കണക്ട് ചെയ്യാതെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച MI TV സ്റ്റിക്കിനെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. എനിക്കെന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിലാണ് ഞാൻ ഇത്ര നാൾ കണക്ട് ചെയ്തത്. പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഇത് വെച്ച് എനിക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. യൂട്യൂബ്, അതുപോലെ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്, ആമസോണിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം കുറേ ഉണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ TV കണക്ട് ചെയ്യാം. അതിനുശേഷം എനിക്ക് വേണമെങ്കിൽ എൻ്റെ പ്രൊജക്ടറിലേക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, കുറേ ആൾക്കാർക്ക് അറിയാം. നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടുവരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്കൊരു മിനി തിയേറ്റർ സെറ്റപ്പ് എന്നുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കതിനകത്ത് കണക്ട് ചെയ്ത് എനിക്ക് സിനിമകൾ കാണാം. ഇപ്പോൾ ഫോണിലുള്ള സിനിമകൾ ഇതിനകത്ത് കണക്ട് ചെയ്ത് സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് എനിക്ക് അതിനകത്ത് കാണാം. അപ്പോൾ കുറേ എനിക്ക് ഉപകാരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാധാ TV ഇതുപോലൊരു ആൻഡ്രോയിഡ് TV ആക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സൈഡിൽ കാണുന്ന ബെല്ലും കൊടുന്ന് പ്രസ് ചെയ്തതിന് ശേഷം മോളിൽ നീക്കി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ദിസ് ഇസ് ഡെൽ ടോക്സ്. ഐ ആം ഡെൽവിൻ. ബൈ ബൈ. സ്റ്റേ സേഫ്.